മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, മന്ത്രി വി എൻ വാസവന്റെയും വീണ ജോർജിന്റെയും വാദം പൊളിച്ചുകൊണ്ടാണ് അവിടെ രോഗികളുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് വീണ്ടും മന്ത്രിമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നത്. അപ്പോഴും മന്ത്രിമാർ ആവർത്തിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ കൃത്യമായൊരു ഉത്തരം നൽകാൻ മന്ത്രി വീണ ജോർജിന് സാധിച്ചില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് നിലവിലുള്ള രോഗികളോട് പോലും അവിടുന്ന് മാറാൻ ആവശ്യപ്പെട്ടു എന്നുള്ള തരത്തിൽ അവിടെ ചാർജുള്ള ഡോക്ടറിന് പോലും അത് സംസാരിക്കാനോ പ്രതികരിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആഷിഖിലേക്ക് ഞാൻ വരാം. വീണ ജോർജിന്റെ മാധ്യമങ്ങളെ കണ്ടപ്പോഴുള്ള ആ പ്രതികരണത്തിലേക്ക്. അപ്പോൾ അവിടെ JCB എത്തിച്ചു. നമുക്ക് JCB അവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രയാസം ഉണ്ടായിരുന്നു, കെട്ടിടത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗമായിരുന്നതുകൊണ്ട്. പക്ഷെ അതും കട്ട് ചെയ്ത് JCB അവിടേക്ക് എത്തിച്ചാണ്. ആ ഘട്ടത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ പറഞ്ഞത്, ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ. അപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത്. മറ്റ് കാര്യങ്ങൾ ഇന്നത്തെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ കളക്ടറോട് ഇത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, കാത്തിരിക്കാനൊന്നുമുള്ള ഒരു ജീവൻ പോയ കാര്യമാണ്. കാത്തിരിക്കുക, റിപ്പോർട്ട് വരട്ടെ എന്നൊക്കെ മന്ത്രി പറഞ്ഞൊഴുകിയല്ലാതെ കൃത്യമായിട്ട് ഇതിൽ എന്ത് സംഭവിച്ചു, മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മന്ത്രി സമ്മതിക്കുന്നുണ്ടോ? തീർച്ചയായും ധന്യ, ഈ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു മന്ത്രി വീണ ജോർജും VN വാസവനും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായൊരു പ്രതികരണം നടത്താൻ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറയാം. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങളാണ്. ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മേഖലാതല അവലോകന യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ വിവരം അറിയിക്കുന്നത്. ഉടനടി തന്നെ ഇവിടെ എത്താനുള്ള ശ്രമം നടത്തി. ഇവിടെ എത്തിയതിനു ശേഷം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യം ലഭിച്ച പ്രാഥമികമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടത്തിയ പ്രതികരണമാണ് ആളില്ലാതെ ഒഴിഞ്ഞുകിടന്ന കെട്ടിടമാണ് എന്നുള്ളത്. കൂടുതൽ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് മറ്റു വിശദാംശങ്ങൾ ശേഖരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടന്ന ഈ ദുരന്തത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ കളക്ടറോട് വിശദമായ ഒരു റിപ്പോർട്ട് തേടി സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നും പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടം കാലഹരണപ്പെട്ടതാണെന്നും അപകടാവസ്ഥയിലാണെന്നും എന്നും മുൻപേ തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളതാണെന്നും ഈ സർജറി ബ്ലോക്ക് പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുൻപ് ആരംഭിച്ചിട്ടുള്ളതാണ് എന്നടക്കമുള്ള വിശദീകരണങ്ങൾ പറയുമ്പോഴും ഈ അപകട നിലയിലുള്ള ഈ കെട്ടിടം പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ മന്ത്രി വീണ ജോർജിന് ആയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കൂടാതെ ഈ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി മന്ത്രിക്ക് നൽകാൻ കഴിഞ്ഞില്ല. സർക്കാർ ആശുപത്രികളിൽ രോഗികൾ ദുരിതത്തിൽ മാത്രമല്ല ദുരന്തത്തിലേക്കുമായി പോകുന്ന കാര്യത്തിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് രാജി ആവശ്യം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സംഭവം കൂടിയാവുമ്പോൾ അത് ശക്തമാവുകയും ചെയ്യും. രാജി ആവശ്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? തീർച്ചയായും ആ നിലയിൽ ഒരു പ്രതികരണം നടത്താൻ മന്ത്രി ഈ ഘട്ടത്തിൽ തയ്യാറായില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഒരു സ്വഭാവം രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ നടത്താൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. മരണവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്താണ്, കോളേജിൽ ഈ കെട്ടിടം തകർന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണം, അതിനെ തുടർന്ന് ഈ മരണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക വിശദീകരണം നൽകുക എന്നുള്ളതാണ് മന്ത്രി ഈ പത്രസമ്മേളനത്തിൽ ഉദ്ദേശിച്ച. ആ തരത്തിലൊരു രാഷ്ട്രീയമായ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ഒരു സാഹചര്യം പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതേസമയം ഈ നടന്ന സംഭവം, ബിന്ദുവിന്റെ മരണം ദാരുണമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതികമായ ചില വിശദീകരണം നൽകാനാണ് ഈ ഘട്ടത്തിൽ മന്ത്രി ശ്രമിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ചില JCB അടക്കമുള്ള സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ടായി. കെട്ടിടത്തിലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീണത്. കൂടാതെ ഇപ്പോൾ നടന്ന സംഭവത്തിൽ വിശദമായി റിപ്പോർട്ട് തേടുവാൻ വേണ്ടി ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തകർന്നു വീണ കെട്ടിടത്തോട് ചേർന്ന് കിടക്കുന്ന മറ്റു ഭാഗങ്ങളിൽ കഴിയുന്ന ആളുകളെ ഉടനടി തന്നെ മാറ്റി താമസിപ്പിക്കാനുള്ള ആശുപത്രിയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റാനുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള വിശദീകരണങ്ങൾ ഈ മന്ത്രി നൽകുന്നുണ്ടെങ്കിലും പറഞ്ഞത് പുതിയ കെട്ടിടത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ അത് അവസാന ഘട്ടത്തിലാണ് എന്നാണ് പറഞ്ഞത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചിരുന്നു. കെട്ടിടം പൂർത്തിയായിട്ടും ഉദ്ഘാടനം നടത്തുന്നില്ല എന്നുള്ള ആരോപണമായിരുന്നു. അതിനായിരുന്നു മന്ത്രി വാസവൻ മറുപടി നൽകിയത്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ സംശയം പൂർത്തിയാക്കാൻ ഇനിയുമുണ്ട്, അത് തീരുന്ന മുറയ്ക്ക് അങ്ങോട്ട് മാറ്റാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ അപകടം സംഭവിച്ച സംശയത്തിലെ മുഴുവൻ ആളുകളെയും പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലെ ആ ബൈറ്റിലേക്ക്
ഇത് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലഘട്ടത്തിലുള്ള ആദ്യത്തെ ബിൽഡിംഗ്. അതിന് കാലപ്പഴക്കമുണ്ട്. ജൂലൈ മാസത്തിൽ പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഉദ്ഘാടനം പിന്നീട് നടത്താം. നമുക്ക് പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങണമെന്ന ആ യോഗത്തിൻ്റെ തീരുമാനം. ആ നീങ്ങിക്കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. നിർഭാഗ്യകരമാണ്. ആ സംഭവം നമുക്കെല്ലാം വിഷമവും വേദനയും എല്ലാം ഉണ്ട്. ഇനി അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് നമ്മൾ വീണ്ടും ശ്രമിക്കുക. അതുകൊണ്ടാണ് അടിയന്തരമായി ഇപ്പോൾ കൂടി പ്ലാൻ ചെയ്തത്. അവിടെ 6 വാർഡുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 360 ബെഡുണ്ട്. ആ 360 ബെഡിലെ പേഷ്യൻസിനെയും ഇപ്പോൾ ഈ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ച് നാളെ രാവിലെ തൊട്ട് മാറ്റി അവരെ സേഫാക്കും. കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങൾക്കും ബലക്ഷയമുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് 2013. അതുകൊണ്ടാണ് പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. അല്ല, എല്ലാ കാര്യവും പരിശോധിക്കാൻ ഇപ്പം ബന്ധപ്പെട്ട മിനിസ്റ്റർ തന്നെ അധികാരിയായി പറഞ്ഞു, കളക്ടറെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ള കാര്യം. പേഷ്യൻസിനെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ആദ്യം മാറ്റുക, അത് കഴിഞ്ഞിട്ട് അവരെ സമാധാനമായിട്ടിരിക്കുക. ഡിസ്ചാർജുകൾ ഒരു പേഷ്യൻറ്റിനെ പോലും ആവശ്യമില്ലാതെ ഡിസ്ചാർജ് ചെയ്യരുത്. ഡിസ്ചാർജിന് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന പേഷ്യൻറ്റിന് പോകുന്നെങ്കിൽ അവർക്ക് നേരത്തെ കാർഡ് കൊടുത്തു വിടുക. അത് മാത്രമേ പറഞ്ഞിരുന്നു. ഹോസ്പിറ്റൽ ലെവലിൽ നമ്മൾ ഇതായിരുന്നു തീരുമാനിച്ചതും ഓർഡർ ഇത് കൊടുത്തും. ഇനി ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് നിലവാരത്തിൽ അവരാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ ആരെയും നിർബന്ധിച്ച് വിടേണ്ട കാര്യമില്ല. ആഷിഖ് വീണ്ടും ചേരുന്നു. ആഷിഖ്, മന്ത്രി തന്നെ സമ്മതിക്കുന്നു നേരത്തെ തന്നെ ബലക്ഷയം ഉണ്ടായിരുന്നു, വർഷങ്ങളായി. 2013 ആദ്യ പരാതി കിട്ടുന്നതെന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. അത്രയും ബലമില്ലാത്ത കെട്ടിടമാണ്. നേരത്തെ റിപ്പോർട്ട് കിട്ടിയിട്ടും അവിടെ നിന്ന് ആളുകളെ മാറ്റാതിരുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇനി മാറ്റാതിരുന്നതിന്റെ കാരണവും ഒപ്പം തന്നെ എന്തുകൊണ്ട് ഈ അപകട സമയത്ത് മറ്റ് രോഗികളോട് പോകാൻ അവിടെ നിന്ന് നേരത്തെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു രോഗികളുടെ ഭാഗത്തു നിന്ന്. അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി പ്രതികരിച്ചോ? തീർച്ചയായും ധന്യ, മെഡിക്കൽ കോളേജിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടമാണ് ഈ ഘട്ടത്തിൽ പൊളിഞ്ഞു വീണത് എന്നുള്ളതാണ് മന്ത്രി നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം പുനർനിർമ്മിക്കാനുള്ള ഇടപെടലുകൾ നടന്നു വരുന്ന സാഹചര്യത്തിലാണ് കെട്ടിടം തകർന്നത്. ഇത് ഉപയോഗശൂന്യമായിരുന്നു എന്നും ഉപയോഗിക്കരുത് എന്ന് രോഗികൾക്കടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നും വിശദീകരിക്കുന്നുണ്ട് മന്ത്രി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെട്ട ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള അവ്യക്തത, രോഗികൾക്ക് ഈ വിവരം നൽകുന്നതിൽ അവ്യക്തത വരുത്തിയിട്ടുണ്ടോ എന്നുള്ള അടക്കം കാര്യങ്ങൾ പരിശോധിക്കണം. ഇത് പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമോ എന്നതടക്കം വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മന്ത്രി വാസവൻ പറയുന്നുണ്ട്. അതേസമയം ഈ ഡിസ്ചാർജ് വാങ്ങി പോകുവാൻ രോഗികളോട് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ ഒരു ഇടപെടൽ ഇനി ആശുപത്രിയിൽ ഉണ്ടാകുകയില്ല എന്ന ഉറപ്പും മന്ത്രി നൽകുന്നുണ്ട്. ആരോടും ഡിസ്ചാർജ് വാങ്ങി പോകാൻ ആവശ്യപ്പെടുകയില്ല. ഈ തകർന്ന കെട്ടിട സമുച്ചയത്തിലുള്ള മുഴുവൻ രോഗികളെയും മറ്റൊരിടത്തേക്ക് പുനഃസ്ഥാപിക്കും, മറ്റൊരിടത്തേക്ക് ആശുപത്രിയിൽ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റും. അതിനുള്ള തീരുമാനങ്ങൾ ഈ ഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതേസമയം ഈ ദുരന്തത്തിന് ഉത്തരവാദികളായത് ആരാണ് എന്നുള്ളത് കണ്ടെത്തി അതിനുശേഷമായിരിക്കും നടപടി ഉണ്ടാവുക. ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കും എന്നും മന്ത്രി VN വാസവൻ പറയുന്നുണ്ട്. സൂപ്രണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വിശദീകരണം, ആശുപത്രിയുടെ വശത്തു നിന്നുള്ള ഒരു വിശദീകരണം നൽകിയത്. അവിടുത്തെ ആ വാർഡിലെ ഹെഡ് നഴ്സിനായിരുന്നു അങ്ങോട്ടേക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള അറിയിപ്പ് അവിടുത്തെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും അറിയിക്കേണ്ടതുള്ളത്. അത്തരത്തിൽ ഹെഡ് നഴ്സിന്റെ അടക്കം ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കും. തങ്ങൾക്ക് അല്ലെങ്കിൽ ഉന്നത ചുമതലയുള്ള സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ട ഓരോ ഇടങ്ങളിലും ദിനേന പോയി പരിശോധന നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നടക്കമുള്ള വിശദീകരണം നൽകുന്നുണ്ട്. ആ പ്രദേശത്ത് ഈ കെട്ടിടം തകർന്നു പോയ 3 നില കെട്ടിടത്തിന്റെ തകർന്ന ഭാഗങ്ങളിലേക്ക് പ്രവേശനം നൽകരുത് എന്ന് അവിടുത്തെ ചുമതലപ്പെട്ട ആളുകളോട് മുൻപേ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് എന്ന വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സൂപ്രണ്ട് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് രോഗികൾക്ക് വിവരം നൽകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കും. ഇക്കാര്യങ്ങൾ അടക്കം ജില്ലാ കളക്ടർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഇതിലൊരു വിശദീകരണം നൽകാൻ ശ്രമിക്കുകയായിരുന്നു ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന VN വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും നടത്തിയ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ആർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്, നടപടി ഉണ്ടാകേണ്ടതുണ്ട്.